കോമഡി തന്നെ ചെയ്തിരിക്കുമ്പോൾ ആർക്കാണെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാവും ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു വേഷം ചെയ്യണമെന്ന്. അങ്ങനെ തോന്നൽ വരുമ്പോഴാണ് നമ്മൾ അങ്ങനെ ഒന്ന് മാറ്റി പിടിച്ച് നോക്കണത്. പക്ഷെ അത് സക്സസ് ആയാൽ നമ്മൾ ചെയ്ത് ശരിയായി എന്നൊരു തോന്നൽ നമുക്ക് വരും. പക്ഷെ അങ്ങനെയുള്ള പടങ്ങൾ ഓടിയാൽ മാത്രമേ വീണ്ടും നമുക്ക് അങ്ങനെയുള്ള വേഷങ്ങൾ കിട്ടുള്ളൂ. അത് ആ പടങ്ങൾ ഓടാതെ വരുമ്പോഴാണ് പരാജയപ്പെടുന്നത്. പക്ഷെ അതിന് നമ്മുടെ കഴിവുകളൊന്നും പോയിട്ടൊന്നുമില്ല. വീണ്ടും അതുപോലുള്ള സിനിമകൾ വന്നപ്പോഴാണ് നമ്മൾ അങ്ങനെയുള്ള സിനിമകൾ അഭിനയിക്കാൻ തുടങ്ങി. ഇപ്പോഴും കുറേ സിനിമകൾ ഇപ്പോൾ 6-7 പടങ്ങൾ എൻ്റെ റിലീസ് ചെയ്യാനുണ്ട്. എല്ലാം സീരിയസ് ക്യാരക്ടറാണ്. 2 പടം ഇപ്പോൾ ഒന്ന് കോമഡി കഴിഞ്ഞു, ഒരിടത്ത് കോമഡി ചെയ്യാൻ പോകുന്നു. പിന്നെ വളരെ സീരിയസ് ആയിട്ട് അതിപ്പോൾ ചെയ്ത സീരിയസ് പടങ്ങളെക്കാളും വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു സീരിയസ് ക്യാരക്ടർ ചെയ്യാൻ പോകുന്നു. ഇങ്ങനെ കുറേ സംഭവങ്ങൾ വരാൻ പോകുന്നുണ്ട്. ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഓടിക്കഴിഞ്ഞിട്ടാണ് പറയാൻ പറ്റുള്ളൂ നമുക്ക്. മൊത്തം മാറ്റി പിടിച്ചേക്കുവാണ്. അല്ല, വന്നതാണ് ഇതൊക്കെ. കോമഡി മൊത്തത്തിലൊരു കൈവിട്ട കളിയാണ്. പ്രത്യേക സിനിമയിലുള്ള കോമഡി അത് ഒരു റിയലിസ്റ്റിക് അഭിനയത്തിൽ നിന്ന് വിട്ടിട്ടുള്ളൊരു കളി കളിച്ചാൽ അത് മിക്കവാറും തമാശകളായിരിക്കുള്ളൂ. ഇപ്പോൾ രമണനാണെങ്കിലൊക്കെ പോലെ ഇത്തിരി വിട്ടിട്ടുള്ളൊരു കളിയാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പക്ഷെ അപ്പോഴൊക്കെ ഈ നല്ല നടൻ എന്ന് പറഞ്ഞ സാധനം ഇവരുടെയൊക്കെ മനസ്സിൽ കിടപ്പുണ്ട്. ആകാശം എന്നൊക്കെ പറഞ്ഞ പടം ചെയ്യുമ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നു അശോകനത് എൻജോയ് ചെയ്ത് അഭിനയിച്ചായിരിക്കുള്ളൂ. കാരണം റിയലായിട്ട് ഇങ്ങനെ പെരുമാറുന്നത് അതിനോട് ഇഷ്ടം വരുമ്പോൾ മറ്റതിനോടുള്ള ഇഷ്ടം മറ്റേ ശരിയല്ല എന്നുള്ള തോന്നൽ മനസ്സിൽ വരാൻ പാടില്ല. ഇതുവരെയും ചെയ്തതല്ല, ഇതാണ് ശരി. ആ ഒരു ചെറിയ പീരീഡ് അശോകനുണ്ടായിരുന്നു. ഞാൻ ഗോസ്റ്റ് ഹൗസിലല്ലേ, ഗോസ്റ്റ് ഹൗസിൽ അഭിനയിക്കാൻ വന്നപ്പോഴും അശോകൻ അങ്ങോട്ട് ഇളകി കളിക്കാൻ പറ്റണില്ല. ഞാൻ പിന്നെ അശോക നീ പോയിട്ട് ആ മറ്റേ CID മ്യൂസിയം അതൊക്കെ എടുത്തിട്ടൊന്ന് കാണുന്നത് വീഡിയോ ഇട്ടിട്ട്. കാരണം ഈ ആകാശമൊക്കെ ചെയ്തിട്ട് അതിൻ്റെ സുഖം അത് വേറെ ഇത് വേറെ രണ്ടും കൂടി കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ പണി ഉള്ള കാര്യമാണ്. 7 സീരിയസ് ആണെന്നാ പറഞ്ഞേ ചേട്ടാ. എനിക്ക് നിങ്ങൾക്കിപ്പോ ഒരു കൊടക്കമ്പി പോലത്തെ ഒരു ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ചെയ്യാനായിട്ട്. തമാശ ഒരാളോട്ട് പറയാം ഒരു പടമുണ്ട്, ഒരു കോമഡി പടമാണെന്ന് പറയുമ്പോൾ ഒരു പെട്ടെന്ന് താല്പര്യക്കുറവ് വരുന്നില്ലേ? വരും. അല്ല ഇപ്പൊ ലാല ഇപ്പൊ ചെയ്തു എന്ന് പറഞ്ഞത് നമുക്കിപ്പോൾ ഏത് രീതിയിൽ ഇത് ചെയ്യണം എന്ന് ചോദിച്ചു. കാരണം ഇപ്പോഴത്തെ ഒരു പണ്ട് കളിച്ച ആ രീതി ചെയ്യണോ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ അത്ര ഇത്തിരി കുറച്ച് ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു മറുപടി എന്താ അറിയാമോ, പണ്ട് അശോകൻ ചേട്ടൻ ചെയ്തിട്ടില്ലേ അത് മതി, ദിലീപും അശോകനുമുള്ള കോമ്പിനേഷൻ ചെയ്തേക്കണം ആ സ്റ്റൈല് നമുക്ക് കിട്ടണം. അപ്പൊ മതിപ്പുറവ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര അങ്ങനൊന്നും വന്നിട്ടില്ല എനിക്ക്. മതിപ്പുറം എന്ന് പറഞ്ഞാൽ അത് ശരി എന്താണെങ്കിലും അത് ശരിയല്ലായ്മ ഉണ്ടായതിന്. ഇപ്പൊ ഈ അന്നത്തെ അഭിനയിച്ചിട്ട് ഇപ്പൊ കൊടക്കമ്പിയൊക്കെ ആണെങ്കിലും നമ്മുടെ ഇങ്ങനെയൊക്കെ വരുന്നില്ലേ, അത് ഒരു സാധനം കൂട്ടിയിട്ടുള്ള കളിയാണത്. അതേ പക്ഷെ അത് ഇങ്ങനത്തെ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്ത് അങ്ങോട്ട് അതിനകത്ത് സുഖം പിടിച്ചു കഴിഞ്ഞാൽ മറ്റേത് ചെയ്യാനുള്ള ഒരു മടി വരും മനുഷ്യൻ. പക്ഷെ അത് പിന്നെ തിരിച്ച് പിടിക്കുന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായുള്ള ഹരിഹർ നഗർ എന്ന് പറഞ്ഞ പടം ഞാൻ സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ട് എടുത്തപ്പോ ജഗദീഷ് ശരിക്ക് പഴയ അപ്പുക്കുട്ടന്റെ പടത്തിനെ ഇമിറ്റേറ്റ് ചെയ്യാണ്. ജഗദീഷ് അല്ല അഭിനയിക്കുന്നത്, ജഗദീഷ് സ്റ്റൈലിലല്ല അഭിനയിക്കുന്നത്, ജഗദീഷ് ചെയ്ത അപ്പുക്കുട്ടന്റെ രീതികളാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതല്ലല്ലോ വേണ്ടത്, ജഗദീഷിന്ന് വരണ്ടേ.